നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പെട്ടെന്നൊരു ദിവസം ഭർത്താവ് മരിക്കുകയാണ്. 2 മക്കളുണ്ട്. ആ മക്കളെ നോക്കണമെങ്കിൽ അമ്മ തന്നെ ഇറങ്ങണം, പണിക്കിറങ്ങണം. അങ്ങനെ പണിക്കിറങ്ങാം എന്ന് കരുതി നിൽക്കുന്നപ്പോഴാണ് ആരുടെയെങ്കിലും കീഴിൽ പണിയെടുത്താൽ ഒരു പക്ഷേ മക്കൾക്ക് എന്തെങ്കിലും ആവശ്യം വന്നു കഴിഞ്ഞാൽ, അടിയന്തര ആവശ്യം വന്നാൽ ഒന്ന് അവധി എടുക്കാൻ പോലും ആരും തയ്യാറാകണമെന്ന്, അല്ലെങ്കിൽ അവധി തരാൻ ചിലപ്പോൾ കാല് പിടിക്കേണ്ട ഒരു ഗതികേടുണ്ടാകും. അങ്ങനെയാണ് റെജിമോൾ സ്വന്തമായി ഒരു സംരംഭം ആരംഭിച്ചത്. അതൊരു ചെറിയ ചപ്പാത്തി മേക്കിംഗ് യൂണിറ്റ് ആയിരുന്നു. മൂവാറ്റുപുഴയിലാണ്. വളരെ കുറച്ച് നാളുകളായിട്ടേ ഉള്ളൂ അത് ആരംഭിച്ചിട്ട്. സാധാരണഗതിയിൽ എന്നും മറ്റൊരാളാണ് വന്ന് കട തുറക്കാറുള്ളത്. എന്നാൽ ഇന്നലെ ആയപ്പോൾ റെജിമോളാണ് കട തുറക്കാനായി വന്നത്. പതിവ് പോലെ കട തുറന്നു, മാവ് കുഴയ്ക്കാനായി മെഷീനിലിട്ടു. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ ആരെയും കാണുന്നില്ല. എല്ലാ ദിവസവും പതിവ് പോലെ തന്നെ അന്നും റെജിമോളുടെ മകൻ കോളേജിന് പോകുന്നതിന് തൊട്ട് മുൻപായി കടയിലേക്ക് വന്ന് നോക്കുമ്പോഴാണ് അതിദാരുണമായ കാഴ്ച ആ മകൻ കാണുന്നത്. തൻ്റെ അമ്മ ചപ്പാത്തി മേക്കിംഗ് മെഷീനിടയിൽ കുടുങ്ങിക്കിടന്ന് നിലവിളിക്കാനോ പുറത്തേക്കിറങ്ങാനോ പറ്റാത്ത അവസ്ഥയിൽ അകപ്പെട്ട് കിടക്കുന്ന കാഴ്ച. ആരോടും ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയിൽ അവൻ ആ കാഴ്ച കണ്ട് ഒന്ന് സ്തംഭിച്ചു നിന്നുപോയി. ഉടനെ തന്നെ അവൻ തൊട്ടടുത്തുള്ള കടയിലെ ചേട്ടനെ വിളിച്ചു ഓടി വന്നു. പെട്ടെന്ന് അവർ മെഷീന്റെ സ്വിച്ച് ഓഫ് ചെയ്തു. ഉടനെ തന്നെ ആശുപത്രിയിൽ എത്തിക്കാൻ ശ്രമിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. ആദ്യം ചെറിയ താലൂക്ക് ആശുപത്രിയിലായിരുന്നു എത്തിച്ചത്. അവിടെ എടുക്കാൻ നേരെ മറ്റൊരു ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. ആശുപത്രിയിൽ എത്തുന്നതിന് മുന്നേ തന്നെ ജീവൻ വെടിയുകയായിരുന്നു. ഒരു നേരത്തിന്റെ അന്നത്തിനു വേണ്ടി കുടുംബത്തിന്റെ അത്താണി ഇനി താനാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ജീവിതമാർഗം മറ്റൊന്നുമില്ല എന്ന് ബോധ്യപ്പെട്ടതിന് പിന്നാലെ ഒരു സ്റ്റാർ ചപ്പാത്തി എന്നൊരു പേരിൽ ഒരു കട തുടങ്ങുകയായിരുന്നു. പക്ഷെ ആ സംരംഭകയ്ക്ക് അത് പൂർത്തിയാക്കാൻ കഴിയാത്ത വിധത്തിൽ ഇത്തരത്തിൽ അതീവ ദാരുണമായി മരണപ്പെട്ടതിൽ നിന്നും ഇതുവരെ മുക്തരായിട്ടില്ല ആ നാട്ടുകാരും. കാരണം നാട്ടുകാർക്കറിയാം എത്ര കഷ്ടപ്പെട്ടാണ് ആ കട റെജിമോൾ തുറന്നത് എന്നുള്ളത്. എങ്ങനെയാണ് അവർ മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്നും അവർക്ക് നന്നായി അറിയാമായിരുന്നു. തൻ്റെ പഠിക്കുന്ന മക്കളെ നന്നായി പഠിപ്പിക്കാൻ വേണ്ടി തനിക്ക് കാശ് വേണമെന്ന് മനസ്സിലാക്കിയവരാണ് പിന്നീട് ഇറങ്ങിയത്. സത്യത്തിൽ അവരുടെ മരണം ആ 2 മക്കൾക്കും ആഘാതം ഏൽപ്പിച്ചിരിക്കുകയാണ്. തങ്ങൾക്ക് അച്ഛനുമില്ല അമ്മയുമില്ലാത്ത അവസ്ഥയായി പോയല്ലോ ദൈവമേ എന്നാണ് അവർ വിഷമിക്കുന്നത്. പക്ഷേ അവർക്ക് താങ്ങായും തണലായും നാട്ടുകാരെല്ലാവരും ഒപ്പമുണ്ട് എന്ന് മനസ്സിലാവുകയാണ്. ആ ദിവസം എന്താണ് സംഭവിച്ചതെന്ന് തൊട്ടടുത്തുള്ള കടക്കാർ നമ്മളോട് സംസാരിക്കുകയാണ്. എന്തായാലും അതിദാരുണമായ സംഭവം. ആ വീട്ടമ്മയ്ക്ക് ആദരാഞ്ജലികൾ. ഒപ്പം കടക്കാരുടെ പ്രതികരണം. രാവിലെ വന്ന് 6:30 എന്നും ആ ചേട്ടനാ വന്ന് തുറക്കാറ്. അന്നത്തെ ദിവസം ആ ചേച്ചി രാവിലെ വന്ന് കട തുറന്നു. രാവിലെ എന്നും തുറക്കുന്നത് പോലെ അവർ പ്രവർത്തനം ആരംഭിച്ചു. മാവിട്ട് കുഴച്ചുകൊണ്ടിരുന്നപ്പോൾ അതിൻ്റെ അകത്ത് എങ്ങനെയോ സംഭവിച്ചത് എന്നെങ്ങനെയാണെന്ന് അറിയില്ല. അതിൻ്റെ അകത്ത് മെഷീനിൽ കുടുങ്ങി. അതിൻ്റെ അകത്തുനിന്ന് അപ്പോൾ കുടുങ്ങി കിടക്കുമായിരുന്നു. മകൻ എന്ന് രാവിലെ ഇവിടെ കോളേജിൽ പോകുന്ന സമയത്ത് ഇറങ്ങി വന്ന് നോക്കുമായിരുന്നു. ഇവിടെ വന്ന് കയറി അതിൻ്റെ അകത്തേക്ക് കയറിയപ്പോൾ അമ്മ അങ്ങനെ മെഷീനിൽ കുടുങ്ങി കിടക്കണതായിട്ട് കണ്ടു. അപ്പോൾ ഓടി വന്ന് നമ്മുടെ സ്റ്റാഫ് അപ്പുറം പണിയുണ്ടായിരുന്നു. അപ്പോൾ അവനെയും ഓടി വന്ന് വിളിച്ചു, ചേട്ടൻ ഇങ്ങനെ പറ്റി കിടക്കുക എന്ന് പറഞ്ഞു. അപ്പം തന്നെ വന്ന് എൻ്റെ മെഷീൻ ഓഫ് ചെയ്തു. അപ്പോൾ തന്നെ അവർ ആശുപത്രി കൊണ്ടുപോയി. ഇവിടെ വാഴക്കുള ആശുപത്രി കൊണ്ടുപോയപ്പോൾ അവിടെ എടുത്തില്ല. അവിടെ നിന്ന് നേരെ സ്മിതയിലേക്ക് കൊണ്ടുപോയി അവിടെ അഡ്മിറ്റ് ആക്കി പോയത്. ഏറെ നേരം കുടുങ്ങി കിടക്കുന്നുണ്ടായിരുന്നോ? അരമണിക്കൂറോളം കടന്നു എന്നാണ് പറഞ്ഞത്. ഒരു 6:30 7 മണിയായപ്പോൾ അവർ വന്നു തുറന്നു. ഒരു 7:30 ആയപ്പോഴാണ് ഇത് മകനെ ഇറങ്ങി വന്ന് കണ്ടത്.